ഹായ് ഹലോ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. എന്നോടൊരു കുട്ടി യൂട്യൂബ് വീഡിയോ ചെയ്ത സമയത്ത് അവൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മ വീട്ടിൽ എപ്പോഴും കലഹമാണ്, വീട്ടിൽ കലഹം, അതിനെന്താ അമ്മ ഒരു പ്രതിവിധി പറഞ്ഞു തരുമോന്ന്. അപ്പൊ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരാം കേട്ടോ. അതിന് ഏറ്റവും പ്രധാനം വേണ്ടത് തന്നെ ഭക്തി. മനസ്സിലായില്ലേ? നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് നന്നായിട്ട് വിളക്കൊക്കെ വെച്ച് ഉള്ള സമയം കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കണ വൃത്തിയിലും വെടുപ്പിലും നമ്മളുടെ വീടല്ലേ, നമ്മളുടെ വീടിനെ നമ്മൾ അമ്മയായി കാണണം. കാരണം പെറ്റമ്മയെ ഒരു കുട്ടി എങ്ങനെ ശുശ്രൂഷിക്കും അങ്ങനെ വേണം നമ്മൾ വീടിനെ ശുശ്രൂഷിച്ച് കൊണ്ടുവരാൻ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ രാവിലെ നമ്മൾ കുളിച്ച പോലെ തന്നെ വീടിനെയും വൃത്തിയിലും ശുദ്ധിയിലും നമുക്ക് സാധിക്കണ അത്ര വൃത്തിയിലും ശുദ്ധിയിലും അടിക്കുക തുടയ്ക്കുക എല്ലാം ചെയ്ത് നമ്മൾ വിളക്ക് വെക്കണം. അപ്പൊ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർത്തി വീട് നന്നായി തുടച്ച് വൃത്തിയാക്കണം, അടിച്ചു തുടച്ചിട്ട്. അത് നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി തുടയ്ക്കാൻ പറ്റുന്നവരാണോ എന്ന് എനിക്കറിയില്ല. ഡെയിലി തുടയ്ക്കണം വീടിനെ. കുളിക്കാതിരിക്കുന്ന ഒരാളുടെ പോലെയാണ് വീട് തുടച്ചിട്ടില്ലെങ്കിൽ. ഒന്നാമതായിട്ട് വേണ്ടത് അതാണ്. പിന്നെ ഭക്തി. നമ്മൾ ഭഗവാന് വിളക്ക് വെക്കുക, അത്യാവശ്യ നാമങ്ങളൊക്കെ നമ്മൾ ചെല്ലുക. വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തണം. കർപ്പൂരങ്ങൾ വേണമെങ്കിൽ കർപ്പൂരം കത്തിക്കാൻ, ചന്ദനത്തിരി, അത് നമ്മളുടെ ഇഷ്ടം പോലെയാണ്. പക്ഷെ നമ്മൾ കിണ്ടിയിലെ വെള്ളം പ്രധാനമാണ്. കിണ്ടിയിലെ വെള്ളത്തിൽ നമുക്ക് എന്തൊക്കെ ചേർത്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് റോസ് വാട്ടർ ആണ്, ഒന്ന് പച്ചക്കർപ്പൂരാണ്, പിന്നെ ഒരു തുളസിയുടെ തലയാണ്. ഇത് റോസ് വാട്ടർ പാരാനും പച്ചക്കർപ്പൂരം ഇടാനും സാധിക്കാത്തവർ തുളസിയുടെ തലയെങ്കിലും തുളസി തീർത്ഥം, അത് കിണ്ടിയിലെ വെള്ളം തുളസി തീർത്ഥമായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ തുളസി തീർത്ഥം കൊണ്ടൊന്ന് നമ്മളെയും വീടും ഭഗവാനെയും സ്വാമി വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ശുദ്ധി ചെയ്തതിന് ശേഷം വിളക്ക് വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, നമ്മളോട് ചിലവർക്ക് അസൂയ കൊണ്ടായിരിക്കാം നമ്മളെ വീട്ടിൽ സ്വരച്ചേർച്ച ഇല്ലാത്തത്. നമ്മളെ വീട്ടിൽ പോസിറ്റീവ് എനർജി പോയി നെഗറ്റീവ് എനർജി അടിഞ്ഞു കൂടുകയാണ്. അതിനാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടി വീട് തൂത്ത് തുടയ്ക്കുന്നത്. അപ്പോൾ അതിൽ ജ്യേഷ്ഠ നമ്മളെ വീട്ടിൽ നിന്നാണ്ട് പടിയിറങ്ങിപ്പോയി ശ്രീ ഭഗവതി വന്ന് കുടിയിരിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ ശ്രീ ഭഗവതി കുടിയിരിക്കാൻ വേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ വാതിലുണ്ടല്ലേ കട്ടിളപ്പടിയുടെ അപ്പുറവും ഇപ്പുറവും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ നമ്മൾ കട്ടിളപ്പടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൊണ്ട് ചെറുതായിട്ട്, വീട്ടിൽ കോലം വരയ്ക്കും പണ്ടുള്ളവരാണ്, അതൊന്നും വേണ്ട. നമ്മൾ കട്ടിളപ്പടിയിൽ മഞ്ഞൾ കൊണ്ട് ഒരു കുറി കട്ടിളപ്പടിക്ക് തൊടിയിക്കുക ഡെയിലി അടിതൊട കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ മാവില തോരണം തൂക്കണവരുണ്ട്, തുളസി, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ സൈഡിൽ കട്ടിളപ്പടിയുടെ അപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ. എങ്കിൽ നമ്മളെ വീട്ടിലെ കലഹങ്ങൾ കുറയാനുള്ള ഐഡിയകളാണ് ഇതൊക്കെ നുറുങ്ങു വിദ്യകളാണ് കേട്ടോ. ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് പറയണവരൊക്കെ ഉണ്ട്. അന്ധവിശ്വാസം ഒന്നും അല്ല, ഇതൊക്കെ വിശ്വാസം തന്നെയാണ്. എല്ലാവരും 100% വിശ്വസിച്ച് ഇതൊക്കെ ചെയ്തു നോക്കണം. അല്ലെങ്കിൽ നമ്മളെ കലികാലാണ്, മനസ്സിലായില്ലേ? ഈശ്വര ഭക്തി ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ നശിച്ചു പോകും, മനസ്സിലായില്ലേ? നല്ല ഈശ്വര ഭക്തിക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ കേട്ടില്ലേ സഹസ്രനാമങ്ങൾ ചെല്ലുക, അതൊക്കെ വീട്ടുകളിൽ നിന്ന് സഹസ്രനാമങ്ങളൊക്കെ ഉയർന്ന് കേൾക്കുകയാണെങ്കിൽ ആ വീട്ടിലൊരു ദുഷ്ടശക്തി ഉണ്ടാവില്ല. പിന്നെ അവിടെ കലഹിക്കാൻ തോന്നില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് കലഹമാണ്, ഒരിക്കലും പിരിയണ, നമ്മൾ അടിച്ച് പിരിയും എന്നുള്ളൊരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ചെറിയൊരു താന്ത്രികം ഞാൻ പറഞ്ഞു തരാം. അതിന് നമ്മളെ മഞ്ഞൾപ്പൊടി തന്നെയാണ്. നമ്മൾ ഈ ഗ്ലാസ് ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ശുദ്ധമായ ജലം, പണ്ടൊക്കെ കിണറിന്ന് കോരിയിട്ടാട്ടോ വീട്ടിൽ അമ്മ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ 6 മക്കളാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ കുട്ടികളെ എന്തിനെങ്കിലും തല്ലുകൂടുമ്പോൾ അമ്മയ്ക്ക് തോന്നുക, അയ്യോ വീട്ടിൽ ശുദ്ധി പോരാന്നൊക്കെ ചാണകം തളിക്കും. എല്ലാവരും അടിച്ച് തളിച്ച് ചാണകം തളിച്ച് വീട് ശുദ്ധാക്കിയിരുന്നു. ചാണകം കൊണ്ട് നിലം മെഴുകിയിരുന്ന ഒരു കാലാണ് അന്നറിയാലോ. അപ്പൊ ഒരിക്കലും അവിടെ ഒരു പോസിറ്റീവ് എനർജി പോവുകയില്ല, എപ്പോഴും പോസിറ്റീവ് എനർജി തങ്ങി നിൽക്കും. എങ്കിലും അമ്മയ്ക്ക് ഭയം, കുട്ടികൾ തല്ലുകൂടുമ്പോൾ. അപ്പൊ അമ്മ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? ഗ്ലാസ് ബൗളിൽ കിണറുന്ന് അമ്മ കുളിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ ജലം കൊണ്ടുവരും. എന്നിട്ട് അതില് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കല്ലുപ്പ്, അത് പൊടിയുപ്പിടരുത്, അന്നൊന്നും പൊടിയുപ്പില്ലാത്ത കാലാണ്. ഇപ്പോഴും പൊടിയുപ്പുണ്ടെങ്കിലും കല്ലുപ്പ് ധാരാളമായി കിട്ടും. അപ്പൊ നമ്മൾ ഈ താന്ത്രികങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് ഉപ്പ് എടുക്കില്ല കേട്ടോ. അപ്പൊ നമ്മൾ പുതിയൊരു പാക്കറ്റ് ഉപ്പ് കൊണ്ടുവന്ന് വെക്കുക തന്നെ വേണം. എങ്കിൽ ഗ്ലാസ് ബൗളിൽ നമ്മൾ ജലം, ശുദ്ധമായ ജലം നിറച്ചിട്ട് എല്ലാവരെയും ക്ലോക്ക് വൈസിലെ 7 പ്രാവശ്യം വീട്ടിലെ എല്ലാവരെയും, അച്ഛനെയും അമ്മയും, പക്ഷെ അമ്മയാണ് എല്ലാവരും ആദ്യം ഒഴിയുക. പിന്നെ എങ്കിൽ അമ്മ ഒഴിയാൻ മക്കളുടെ അടുത്തോ ഭർത്താവിൻ്റെ അടുത്തോ കൊടുക്കാം. നമ്മളെ ഒഴിയൽ പതിവില്ല. അത് പിന്നെ കണ്ണാടി വെച്ചിട്ടൊക്കെ വേണം. അപ്പൊ അതിലേക്ക് നല്ലത് വേറൊരാളിലേക്ക് കൈമാറി അവർ നമ്മളെയും കൂടി 7 പ്രാവശ്യം ഒഴിയണം. അത് നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്താൽ അത്രയും നന്ന്. ഒന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ വെള്ളം ചവിട്ടാത്തിടത്ത് ഒഴിക്കുക ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ മാവിന്റെ ചുവട്ടിലെ പ്ലാവിന്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ഒഴിക്കും. അതിൻ്റെയൊക്കെ മുരട് ഭാഗത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ആരും അവിടെ പോയി ചവിട്ടാറില്ല. ഇപ്പോ നമുക്ക് അതൊക്കെ സ്ഥലം കുറവാണ്. മാവും മുച്ചിയൊന്നും നമ്മളെ വീടുകളിൽ
കാണില്ല, 2 സെന്റിലും 3 സെന്റിലും വീട് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിങ്കിൽ ഒഴിക്കാം. കുട്ടികൾ ചോദിക്കും, അമ്മേ ഈ ചോറ് എന്താ ചെയ്യേണ്ട, ഈ വെള്ളം എന്താ ചെയ്യേണ്ട, പല കുട്ടികൾക്കും സംശയമുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾ വെള്ള രൂപത്തിലുള്ളത് കല്ലുപ്പ് അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് സിങ്കിൽ ഒഴിക്കാം. ആദ്യം നമ്മൾ ശുദ്ധമായ വെള്ളം ഒന്ന് സിങ്ക് കഴുകുക. ഇച്ചില് കയ്യൊക്കെ കഴുകിയതല്ലേ, ഒന്ന് ശുദ്ധമായ വെള്ളം കൊണ്ടൊന്ന് ശുദ്ധീകരിച്ചിട്ട് ഇതതിൽ ഒഴിച്ച് വീണ്ടും വെള്ളം ഒഴിച്ചാൽ അത് അങ്ങോട്ട് പൊയ്ക്കോളും. ചവിട്ടുന്നില്ലല്ലോ ആരും, അത്രയും നമ്മൾ ചെയ്യണ്ടു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പിന്നെ ഒരു നെഗറ്റീവ് എനർജിക്ക് തങ്ങി നിൽക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് തങ്ങി നിൽക്കും? നമ്മളെ ആകെ ഭക്തിമയാണ് ആ വീട്. പിന്നെ മഞ്ഞള്, കല്ലുപ്പ് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വീട് തൂത്ത് തുടയ്ക്കണതില്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ വീട്ടിലൊരു 99% എനിക്ക് പറയാനുള്ളത് 100% തന്നെ വഴക്കൊക്കെ ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആദ്യ ആഴ്ചയിൽ തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ കാണെ ഇതന്നെ ചെയ്തു കഴിഞ്ഞാൽ 101% ഉറപ്പിച്ചോളൂ, ഒരു നെഗറ്റീവ് എനർജിയും ഒരു ദുഷ്ടശക്തി യാതൊന്നും നമ്മളെ വീടിന്റെ എന്താ പറയുക, വീടിന്റെ വളപ്പിന്റെ എങ്ങോട്ട് കാലെടുത്ത് വെക്കില്ല. നമ്മൾക്ക് കലി കയറിയ പോലെ നമ്മൾ ഈ ലഹള കൂടുന്നതൊക്കെ അവിടെ നിൽക്കും. എല്ലാവർക്കും മനസ്സിൽ നല്ല സമാധാനവും സന്തോഷം ഉണ്ടാവും. കടിച്ചു കീറാൻ നിന്നവർ മുഴുവനും ഒത്തൊരുമോട് കൂടി ആ വീട് ജീവിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ണിന്റെ ദോഷം, ചിലവരെ നാവിന്റെ ദോഷം ഐക്യതയോട് കൂടി കഴിയുമ്പോഴേ അങ്ങനെ കണ്ടതിന് ശേഷമായിരിക്കാം നിങ്ങളൊക്കെ കലഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. നമ്മൾ ആദ്യം തന്നെ കലഹിച്ചു തുടങ്ങുന്നവരാരും ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചില കുട്ടി കുട്ടി താന്ത്രികങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്ത് വെക്കുക തന്നെ വേണം. എങ്കിൽ നമ്മളെ വീട് എന്തായിരിക്കും? സ്വർഗതുല്യം. നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വർഗം? ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും. കലഹിക്കുന്ന ഒരു വീട് നരകതുല്യം, സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു വീട് സ്വർഗതുല്യം. അപ്പൊ നമ്മളെ വീട് സ്വർഗതുല്യമാക്കാൻ എല്ലാവരും ഇത് ചെയ്തു നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് വിഷമം വേണ്ട, വേഗം ചെയ്തന്നെയാണ് ഞാൻ വീഡിയോ. അപ്പോൾ ആ കുട്ടി സന്തോഷമായിട്ട് ഇരിക്കട്ടെ, ഇതൊക്കെ ചെയ്തു നോക്കട്ടെ. അതുപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അല്ലേ. എല്ലാവർക്കും ഒരു സമാധാനം കിട്ടട്ടെ വിചാരിച്ചിട്ടാണ് അമ്മ പെട്ടെന്ന് ആ വീഡിയോ പറഞ്ഞു തീർക്കണേ. നമ്മുടെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇതൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളതുമാണ് കേട്ടോ. പലരും ചോദിക്കുന്നുണ്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അമ്മ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ഈ എന്ത് പറയുമ്പോഴും നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ട് മക്കളെ. പക്ഷെ ഇതൊക്കെ പോസിറ്റീവായി എടുത്തു നോക്കൂ, എങ്കിലാണ് നമുക്കൊക്കെ പോസിറ്റീവായി വരുള്ളൂ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതായി തീരും നമ്മൾ ഭൂമിയിൽ. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണോ എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം. വേറൊരാൾ നമ്മളെ വീട്ടിൽ സന്തോഷം കൊടുന്ന് അവിടെ വെക്കില്ല. സന്തോഷം കാശ് കൊടുത്താൽ കിട്ടില്ല, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ സന്തോഷം കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ചെറിയ ചെറിയ താന്ത്രികങ്ങൾ ചെയ്തു വെക്കുക. അപ്പൊ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അവിടെയും കൂടി തൊട്ട് കഴിഞ്ഞാൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.